ലാലേട്ടന്റെ മകൾ ഒരു ഒറ്റപ്പെട്ട സംഭവം കണ്ടിട്ട് അതിന് വിഷമിച്ചിട്ടാണ് ആ പോസ്റ്റ് ഇട്ടെന്നാണ് സാർ വിചാരിച്ചിരിക്കുന്നത്. ആ ഒറ്റപ്പെട്ട സംഭവത്തിൽ വേറെയും കുറച്ചെണ്ണം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ലാത്തിന്റെ മേലെ ആണി വെച്ചിട്ട് പാവപ്പെട്ട സ്റ്റുഡൻസിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക, സ്ത്രീകളോട് അപമര്യാദയായ രീതിയിൽ പെരുമാറുക, മുഖത്തടിക്കുക, പോരാത്തതിന് നെയിം ബോർഡ് പോലും ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരവിടെ. എന്താ കാരണം എന്ന് വെച്ചാൽ നെയിം ബോർഡ് വീണ കാരണമാണ് അത് എടുത്ത് മാറ്റിക്കുന്നത് എല്ലാവർക്കും. പിന്നെ ചൂട് കാരണമാണ് നെയിം ബോർഡ് മാറ്റിയത്. അത് പോരാണ്ട് വേറെന്താ, യൂണിഫോം പോലും ഇല്ലാണ്ട് അവായ് ചെരുപ്പ് ഇട്ടിട്ട് പോലീസിന്റെ ഹെൽമെറ്റും ലാത്തിയും വെച്ചിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ പോലീസിൽ പുതിയതായിട്ട് ചേർത്ത് വെച്ചിട്ടുള്ള ആൾക്കാരേക്കാരല്ലേ. ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സാറേ. അപ്പൊ ഇതൊന്നും സാറ് കാണുന്നൊന്നുമില്ല. സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, അവര് തീവ്രവാദികളാണല്ലോ നിങ്ങളുടെ കണ്ണില്. നിങ്ങളെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ അതല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഗോതി മീഡിയ ഒരുപാട് പടച്ചിറങ്ങുണ്ടല്ലോ അവിടെ വന്നിട്ട്, അവരൊക്കെ ആട്ടി ഓടിക്കണുണ്ട്. സ്റ്റുഡൻസ് ആണ് സാറേ, അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവര് തിരിച്ചടിക്കും. ആ തിരിച്ചടിയിൽ ചിലപ്പോൾ പോലീസിന്റെ ജീപ്പല്ല എല്ലാം പൊട്ടിയിട്ടുണ്ടാവും. കാരണം എത്ര നാളിച്ചിട്ടാ സഹിച്ചുകൊണ്ടിരിക്കുക, തിരിച്ചടിക്കും. എന്താ ഇവര് മനുഷ്യന്മാരൊന്നല്ലേ, മൃഗങ്ങളാ. നിങ്ങൾക്ക് പിന്നെ പട്ടിയുടെ വില ഉള്ളല്ലേ ഈ സ്റ്റുഡൻസ് ഒക്കെ. അതല്ലേ അന്ന് അവരും പറഞ്ഞത് കോടതിയില്, ഇവരെന്താണ് കോക്രോച്ചുകളാണെന്ന്. ആ കോക്രോച്ചിന്റെ പവർ എന്താന്ന് മനസ്സിലായില്ലേ സാറേ?